ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ജലബീരങ്കി ഉണ്ടാകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഒരു പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞ് പ്രവർത്തകർ, കമ്പുകൾ വലിച്ചെറിയുന്നു പ്രവർത്തകർ, ചെരുപ്പുകളും വലിച്ചെറിയുന്നു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനമുണ്ടാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്താണ് സാഹചര്യം? സലീം, തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ ഉദ്ഘാടന സെഷൻ വരെ സമാധാനപരമായിരുന്നു സമരം. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിയ ഉടൻ തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയും പിന്നീട് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമൊക്കെ സാധാരണ സമരം എന്ന പോലെ നടത്തി തുടങ്ങിയതാണ്. അതിനുശേഷം പ്രവർത്തകർ കമ്പുകൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞതോടെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ഒരു തവണ ജലബീരങ്കി പ്രയോഗിക്കുകയും അതിലൊരു പ്രവർത്തകരെ പരിക്കേൽക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരായി. ചെരുപ്പുകളും കമ്പുകളും വലിയ തടിക്കഷ്ണങ്ങളും പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ജലബീരങ്കി പ്രയോഗമുണ്ടായി. ഇപ്പോഴും വീണ്ടും ഒരു പ്രവർത്തകർ കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ നിലവിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ പ്രവർത്തകർ 2 തവണ ജലബീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഇപ്പോഴും ഈ ബാരിക്കേഡിന് സമീപത്ത് തന്നെ വലിയ പ്രകോപനവുമായി നിൽക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ലാത്തി വീശുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് വലിയ അക്രമത്തിലേക്ക് കലാശിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു സമരം കൂടിയാണ് ഇന്നത്തെ നിയമസഭാ മാർച്ച്. 2 ദിവസം മുൻപായിരുന്നു ക്ഷേമ പെൻഷൻ മുടക്കവുമായി ബന്ധപ്പെട്ട ഈ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഈ സമരവുമായി എത്തുകയും വലിയ തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പ്രവർത്തകർ ഇപ്പോൾ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് ഇവിടെ സൈഡിൽ ചരിച്ചു വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ഉൾപ്പെടെ റോഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ്. തുടർച്ചയായ ബാരിക്കേഡ് മറിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നു. അതിനിടയിൽ പോലീസ് 3ാമതും ജലബീരങ്കി പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറിച്ചിട്ടതോടുകൂടി വീണ്ടും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ജലബീരങ്കി പ്രയോഗിക്കുന്നത്, റോഡിൽ പ്രവർത്തകർ വീണ് കിടക്കുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും എന്നതാണ് വസ്തുത. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച്, അതിൽ സംഘർഷമുണ്ടാകുന്നു. 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. പ്രതിപക്ഷ നേതാവാണ് നേരത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിനു ശേഷം ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞ് പ്രവർത്തകരൊപ്പം തന്നെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം, അതാണ് പിന്നീട് ജലബീരങ്കിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായ പ്രകോപനമുണ്ടാകുന്നു. ചെരുപ്പുകളും വലിച്ചെറിയുന്നു, കമ്പുകൾ വലിച്ചെറിഞ്ഞുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നു. ഒരു പ്രവർത്തകൻ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം, തുടർന്നുള്ള പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സർവ്വമേഖലയിലും വിലക്കയറ്റം, പാവപ്പെട്ടവർക്ക് പെൻഷനുമില്ല എന്ന വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. ആശുപത്രിയിൽ മരുന്നില്ല, സകല മേഖലയിലും ദുരിതം വിതയ്ക്കുന്ന സർക്കാർ എന്നുള്ള വിമർശനം വി.ഡി. സതീശൻ ഉയർത്തുന്നു. വി.ഡി. സതീശൻ മടങ്ങിയതിനു ശേഷം പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. നിയമസഭാ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട് പോലീസ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ 3 തവണ ജലബീരങ്കി ഉണ്ടാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, തുടരാം. സലീം, പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് ആ വിഷയത്തിൽ കാര്യമായി തന്നെ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 3 തവണ ജലബീരങ്കി പ്രയോഗിച്ച 3ാം തവണത്തെ ജലബീരങ്കി കുറച്ചധികം സമയം നീണ്ടുന്നത് വലിയ തരത്തിൽ പ്രവർത്തകരെ പിന്തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ബാരിക്കേഡ് പ്രവർത്തകർ റോഡിൽ നിന്നും മറിച്ചിടുകയാണ്. നിരന്തരമായി മറിച്ചിടുന്ന ഒരു സാഹചര്യം. മാത്രമല്ല പ്രവർത്തകർ വലിയ കളിക്കഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണ്ടും പോലീസിന് നേരെ വലിച്ചെറിയുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിൽ നിരവധി പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം കൂടി ആ പ്രവർത്തകരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് തന്നെ ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മുൻകൈ എടുക്കുകയാണ്. പ്രവർത്തകരിൽ 4
4ഓളം പേർക്ക് ഇപ്പോൾ ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് നിലവിൽ ഇവിടെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന ബാരിക്കേഡിന് മുകളിൽ നിന്ന് അത് പോലീസിന് നേരത്തേക്ക് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ നിലയിലേക്ക് വലിയ പ്രകോപനം, സമാനതകളില്ലാത്ത നിലയിലൊരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ജലപീരങ്കിക്കപ്പുറം പോലീസ് ഈ ഘട്ടത്തിലും സംയമനം പാലിക്കുകയാണ്. ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വഴിയിലേക്ക് കടക്കുമോ എന്നുള്ളത് എന്തായാലും കണ്ടറിയണം. കാരണം അത്രയും വലിയൊരു പ്രകോപനമാണ് ഇപ്പോൾ പോലീസിന്റെ നേർക്ക് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ബാരിക്കേഡിന് മുകളിലൂടെ മറ്റൊരു ബാരിക്കേഡ് പോലീസിന്റെ മുൻപിലേക്ക് മറിച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക്, ചില കൈവിട്ട പ്രതിഷേധങ്ങളിലേക്ക് പ്രവർത്തകർ എന്തായാലും പോലീസ് എങ്ങനെ അതിനെ നേരിടും, എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയില്ല. നിലവിൽ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിലെ 3ാം തവണത്തെ ജലപീരങ്കി വല്ലാതെ നീണ്ടു നിൽക്കുന്ന നിലയിലേക്ക് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനും പ്രവർത്തകരെ പിരിച്ചുവിടാനുമായി പോലീസ് നടത്തിയതുമാണ്. പക്ഷേ അവർ പിരിഞ്ഞു പോയിട്ടില്ല. ആ നിലയിൽ തന്നെ ക്ഷേമപെൻഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുകയും ചെയ്യാണ്. ഈ ക്ഷേമ പെൻഷനും മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും മുടങ്ങിയെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടന ഉൾപ്പെടെ അല്പസമയം മുൻപാണ് ഇതേ നിയമസഭാ പരിസരത്ത് 200-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമരം സംഘടിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതേ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണം കൂടിയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരവുമായി തന്നെ രംഗത്തെത്തിയത്. ആ ബാരിക്കേഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ബാരിക്കേഡ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തേക്ക് മറിച്ചിടുന്നു. പോലീസിന്റെ ഭാഗത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം വലിയ നിലയിലൊരു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊരു കയ്യടിയും മുഴക്കുന്ന ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ആ ബാരിക്കേഡ് മറിച്ചിടാൻ നേതൃത്വം നൽകിയ അതേ പ്രവർത്തകൻ വലിയ നിലയിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പോലീസിന് നേരെ മുഴക്കുന്നു. പക്ഷേ ആ ബാരിക്കേഡ് അവിടേക്ക് മറിച്ചിടുമ്പോഴും പോലീസ് സംയമനം പാലിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ആ നിലയിൽ പോലീസ് ഈ മതത്തിനെ അടിച്ചമർത്തേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ഇത്രയധികം പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും 3 തവണ ജലപീരങ്കിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രകോപനത്തിലേക്ക് വലിയ തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അപ്പോഴും പോലീസിന് നേരെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. വലിയ നിലയിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയുമുള്ള മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടക്കവുമായി ബന്ധപ്പെട്ട് 6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഉൾപ്പെടെ താറുമാറായിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തകർ മുഴക്കിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും 4ാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ആ നിലയിൽ പ്രവർത്തകരെ ലാത്തി ചാർജോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് അടിച്ചോടിക്കുകയോ ചെയ്യാതെ ജലപീരങ്കിയിലൂടെ തന്നെ മടക്കി അയക്കാം എന്നുള്ള നിലയിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. 4ാമതൊരു ജലപീരങ്കിക്കുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അല്പസമയത്തിനകം തന്നെ ആ നിലയിൽ ഒരു ജലപീരങ്കി പ്രയോഗം കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിന്ന് ഇപ്പോഴും ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെ കമ്പ് വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തുടർച്ചയായി ഈ കൊടി കെട്ടിയ കമ്പ്, ഒപ്പം തന്നെ കൊടികൾ, ചെരുപ്പുകൾ തുടങ്ങിയവ, വലിയ തടിക്കഷ്ണങ്ങൾ തുടങ്ങിയവ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് പല ആവർത്തി വലിച്ചെറിഞ്ഞതാണ്. ആ നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലീസിനെതിരെ നിരന്തരമായി പ്രകോപനം ഉണ്ടാകുന്നു. പോലീസ് ആത്മസംയമനം പാലിക്കുന്നു. 3 തവണ ജലപീരങ്കി ഒഴിച്ചു നിർത്തിയാൽ വലിയ നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേസമയം പ്രവർത്തകർ വലിയ മുദ്രാവാക്യങ്ങളുമായി ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം 10 മിനിറ്റിലധികം സമയമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായ പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാകുന്നു. പക്ഷേ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേസമയം ഈ മുദ്രാവാക്യങ്ങൾ, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ മുടക്കം ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയമായി വലിയ നിലയിലേക്ക് അതൊരു സമര വിഷയമാക്കി മാറ്റാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. നേരത്തെ സഭയിൽ ഉൾപ്പെടെ പലകുറി അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ക്ഷേമ പെൻഷൻ മുടക്കത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമേ ഇപ്പോൾ പ്രവർത്തകർ ഒരു വാക്കേറ്റം, ഒരു ഉണ്ടും തള്ളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഈ ബാരിക്കേഡിന് സമീപത്തിന് അപ്പുറത്തേക്ക് നിയമസഭാ പരിസരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ നിലയിലൊരു ഉണ്ടും തള്ളും ഉണ്ടാകുന്നത്. 4ാം തവണയും ജലപീരങ്കി പോലീസിന്റെ ഭാഗത്ത് നിന്ന് 4ാം തവണയും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും പ്രവർത്തകർ ഈ പോലീസിനെതിരെയുള്ള പ്രവർത്തകരുടെ നീക്കത്തിൽ നിലവിൽ ഇപ്പോഴും മുൻനിരയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച്. അതിപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 4 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. സർക്കാരിനെതിരായ മുദ്രാവാക്യം അവർ മുഴക്കുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുന്നുണ്ട്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ ധനസ്ഥിതി വഷളായിരിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സലീം മാലിക് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, പുതിയ വിവരങ്ങൾ എന്താണ് സലീം? ഇപ്പോഴും ഈ ജലവീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യത്തെ ജലവീരങ്കിൽ ഒരാൾക്കായിരുന്നെങ്കിൽ രണ്ടാമത് മറ്റൊരാൾക്ക് പരിക്കേറ്റു. സലീം മാലിക് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, തുടരാം സലീം. പരിക്കേറ്റ പ്രവർത്തകരെ ഓരോരുത്തരെയായി ആശുപത്രിയിലേക്ക് ഇവിടെ നിന്ന് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ സമയത്ത് ഈ പ്രവർത്തകർ പ്രകോപനം പോലീസിനെതിരെയുള്ള പ്രകോപനം അവസാനിപ്പിക്കുന്നില്ല. ആ നിലയിൽ തന്നെ പ്രതിഷേധം വലിയ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ള കാഴ്ചകളാണ് നിയമസഭാ പരിസരത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 4 തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ തരത്തിൽ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. മാത്രമല്ല നേതാക്കന്മാർ ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ പിന്തിരിയുന്നില്ല. പോലീസിന് നേരെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. മാത്രമല്ല ആദ്യം ചെറിയ തടിക്കഷ്ണങ്ങളായിരുന്നു വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ അത് പിന്നീട് വലിയ തടിക്കഷ്ണങ്ങൾ വലിച്ചെറിയുകയും കമ്പയറിലേക്കും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ തവണയും ഈ ജലവീരങ്കി പ്രയോഗത്തിന് ശേഷം നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാവാതെ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ഈ നേതാക്കന്മാർ ഇടപെട്ടപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മടക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇത്രയധികം പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും പോലീസ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു സംയമനം കൂടി ശ്രദ്ധേയമാണ്. പോലീസ് ഇപ്പോഴും ഈ ജലവീരങ്കിക്ക് അപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അതിനെ പ്രതിരോധിച്ചു എന്നത് മാത്രമാണുള്ളത്. വീണ്ടും പോലീസിന് നേരെ ഇപ്പോൾ വീണ്ടും കമ്പയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് ഒരു ലാത്തി ചാർജിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കന്മാർ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഒരു ഘട്ടത്തിൽ പോലീസ് ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരെ പ്രതിരോധിച്ചതിനപ്പുറത്തേക്ക് പോലീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു പ്രവർത്തകരെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമേ ഇന്നത്തെ സമരത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. 4 തവണ ജലവീരങ്കി പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. പ്രവർത്തകരെ നേതാക്കന്മാർ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. ഈ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് ഈ മുദ്രാവാക്യമായി ഇവിടെ നിന്ന് മടക്കിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ പ്രവർത്തകർ അതിനാവശ്യമില്ല. ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തകർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ മുദ്രാവാക്യങ്ങളുമായി നിയമസഭയുടെ ആ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പ്രവർത്തകർ മടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പ്രകോപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും വീണ്ടും ഈ പ്രവർത്തകർ പോലീസ് ലാത്തി ചാർജ് നടത്താതെ തന്നെ ജലവീരങ്കി പ്രയോഗത്തിലൂടെ ഈ സമരം ഏറെക്കുറെ സമാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ പക്ഷേ ചില പ്രകോപനങ്ങൾ പോലീസിന് നേരെ നടത്തുന്നുണ്ട്. വലിയ അസഭ്യവാക്കുകൾ ഉൾപ്പെടെ പറയുകയും ആ നിലയിലേക്ക് പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ മടങ്ങി പോകുമ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് അത് ഒരു കാഴ്ച കാണാൻ കഴിയും. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. അതിൽ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ 4 തവണ പോലീസിന്റെ ജലബീരങ്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാവുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. സലീം മാലിക് അതിന്റെ വിവരങ്ങൾ നൽകുകയാണ്.